ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു F3 കിച്ചൻ. നോമ്പ് കാലത്ത് ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആദ്യം ഞാൻ കുറച്ച് ബനാന ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഫ്രൈ പാനിൽ ബട്ടർ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ച് കുറച്ച് പാലും തേങ്ങാപ്പാലാണ് ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത്. പഞ്ചസാരയും ഏലക്കായ പൊടിച്ചിട്ടുള്ള ഒരു സ്പൂണ് പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായി വറ്റിച്ചെടുത്ത് അതിന് ശേഷം ക്രീം ചീസ് 2 സ്പൂണ് അതിൽ ആഡ് ചെയ്തിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. അതിന് ശേഷം ഒരു പ്ലേറ്റിൽ വാഴയില വെച്ച് അതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇത് ഒഴിച്ച് ചൂട്ടോടെ തന്നെ ആ ഇലയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് 2 പപ്പടം വറുത്തത് ഇട്ടിട്ട് കൈ വെച്ച് പൊടിക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. നമുക്ക് നോമ്പ് കാലത്തും കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പാത്രത്തിൽ ഇട്ട് തന്നെ ഓർമ്മ ഉണ്ടാവുള്ളൂ. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല വെരി ടേസ്റ്റിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇനി മറ്റൊരു ഐറ്റം കൂടി കാണിക്കാം. കോഫി കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അത് മാറ്റി വെക്കുക. അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം ഈത്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്തത് അത് പാലിലിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ജ്യൂസാക്കി എടുക്കുക. അതും പിന്നെ ഒരു ഗ്ലാസ്സിലോട്ട് ഈ കോഫിയും ഒഴിക്കുക. 2 ഐസ് ക്യൂബും ഇട്ടിട്ട് അതിന് ശേഷം ഈ മിക്സിയുടെ ജാറിൽ നിന്നും നമ്മൾ ജ്യൂസ് അടിച്ച ഇത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു സിമ്പിൾ ജ്യൂസാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ഉന്നക്കായയാണ് തയ്യാറാക്കിയത്. ഉന്നക്കായ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് കാണിക്കാനായിട്ട് പറ്റിയില്ല. നോമ്പിൻ്റെ സമയമായതുകൊണ്ട് നല്ല തിരക്കാകുമല്ലോ. അപ്പോൾ ആ ഒരു തിരക്ക് കാരണം നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത് കാണിക്കാൻ പറ്റില്ല. നമുക്ക് വേറൊരു റെസിപ്പിയിലൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനിത് ഉണ്ടാക്കിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ എടുത്തെന്ന് മാത്രം. അതിൽ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നെയ്യിൽ തേങ്ങ വഴറ്റിയിട്ട് അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് നന്നായി വഴറ്റിയെടുത്തിട്ട് പഴം പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിയെടുത്തിട്ട് അത് നന്നായി മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുത്തിട്ട് അതിൽ ഈ തേങ്ങയുടെ മിക്സ് വെച്ചിട്ട് നമ്മൾ ഈ ഉന്നക്കായുടെ ഷേപ്പിലെടുത്തിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇതിങ്ങനെ ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റാണ്. അത് ഇതിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ബ്രെഡിൽ ചീസൊക്കെ വെച്ചിട്ട് ഒരു ഐറ്റം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനായിട്ട്. അത് നമ്മൾക്കിത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അത് പിന്നെ ഒരു റെസിപ്പി ആയിട്ട് നമ്മളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.